വെൽക്കം, റഹ്മാനാണ്. ആൻഡ് ഹെൽമിന്റിക് മരുന്നുകളെ കുറിച്ചിട്ടാണ്, ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഹെൽമിൻസ് നമുക്കറിയാം, ദീസ് ആർ പാരസൈറ്റ്സ് ആണ്. മറ്റൊരു ഓർഗാനിസത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റ് എന്നാണ് നമ്മൾ അതിന് പറയാം. ഹോസ്റ്റിൽ താമസിക്കുന്നവയാണ് ഈ പാരസൈറ്റ്സ്. നമ്മൾ വേറെ ചില പാരസൈറ്റ് കണ്ടു, യൂണിസെല്ലുലാർ പ്രോട്ടോസോവൻ പാരസൈറ്റ്സ് നമ്മൾ പഠിച്ചു. പക്ഷേ ഇത് മൾട്ടി സെല്ലുലാർ മാക്രോ വലിയ പാരസൈറ്റുകളാണ്. നമ്മൾ ഇതിനെ സാധാരണ വിളിക്കുക വേം ഇൻഫെസ്റ്റേഷൻസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ ഹെൽമിൻസ് ആർ മെറ്റാസോവൻ മൾട്ടി സെല്ലുലാർ പാരസൈറ്റ്. ഇതിനെതിരെയുള്ള മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയേണ്ടത്. ആദ്യം നമുക്ക് മരുന്നുകളെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പ്, ആദ്യത്തെ ഗ്രൂപ്പിനെ നമുക്ക് മൈക്രോട്യൂബ്യൂൾ ഇൻഹിബിറ്റേഴ്സ് ആണ്. മൈക്രോട്യൂബ്യൂൾസ് എന്ന് വെച്ചാൽ നമുക്ക് സെല്ലിനകത്തുള്ള സംഭവങ്ങളാണ്. സോ മൈക്രോട്യൂബ്യൂൾ ഉണ്ടാക്കാനായിട്ടുള്ള മോണോമർ ആണ് ബീറ്റാ ട്യൂബുലിൻ. ബീറ്റാ ട്യൂബുലിനിൽ പോയി ഈ മരുന്നുകൾ ഒട്ടിച്ചേരുകയും ബൈൻഡ് ചെയ്യുകയും ഈ വിരകൾക്ക് ഗ്ലൂക്കോസ് എടുക്കാനായിട്ട് ഗ്ലൂക്കോസ് അപ്ടേക്ക്, അതിന് മൈക്രോട്യൂബ്യൂൾസ് വേണം. സോ ഗ്ലൂക്കോസ് അപ്ടേക്ക് നടക്കാതെ വിരകൾ നശിച്ചു പോകും. അങ്ങനെയാണ്. സോ ഇൻഹിബിറ്റ് ഗ്ലൂക്കോസ് അപ്ടേക്ക്, അതും കൂടി എഴുതാം. ഗ്ലൂക്കോസ് അപ്ടേക്ക് തടയുന്നു. സോ മരുന്നുകളെല്ലാം തന്നെ ബെൻസ് ഇമിഡസോൾ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളാണ്. എല്ലാം അവസാനിക്കുന്നത് ബെൻഡസോളിലാണ്. ബെൻഡാസോളിൽ അവസാനിക്കുന്ന മരുന്നുകളാണ്. ഏതെല്ലാമാണ്? ഏറ്റവും ഫേമസ് ആൽബെൻഡസോൾ ഉണ്ട്, ബെൻഡസോൾ ഉണ്ട്, ദെൻ ട്രൈക്ലാബെൻഡസോൾ ഉണ്ട്, ദെൻ തയാബെൻഡസോൾ. സോ ഇങ്ങനെ 4 മരുന്നുകളാണ്. സോ ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് മരുന്നുകൾ. അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്ന് നമുക്ക് ഈ വിരകളിൽ സ്പാസ്റ്റിക് പാരാലിസിസ് ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദീസ് ആർ നിക്കോട്ടിനിക് എൻ ടൈപ്പ് റിസപ്റ്റർ റിലാക്ട് ചെയ്യുന്ന മരുന്നുകളാണ്. സോ ദീസ് ആർ കോളിനർജിക് ആണ്, അല്ലെങ്കിൽ കോളിനോമൈമെറ്റിക് ആണ്, അസറ്റൈൽ കോളിൻ ലൈക്ക് മരുന്നുകൾ ആണെന്ന് പറയാം. സോ മരുന്നുകൾ ഏതാണെന്ന് ചോദിച്ചാൽ പൈറാൻറ്റൽ പാമോവേറ്റ് ആണ് ഒരു മരുന്ന്. ലെവാമിസോൾ ഉണ്ട്, ലെവാമിസോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ ട്രൈബെൻഡിമിഡിൻ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും മരുന്നുകൾ. ദെൻ രണ്ടാമത്തെ ഈ ഗ്രൂപ്പ് സ്പാസ്റ്റിക് പാരാലിസിസ് ഉണ്ടാക്കുന്ന വേറൊരു ഗ്രൂപ്പ് മരുന്ന് ഇൻക്രീസ് ഇൻഫ്ലക്സ് ഓഫ് കാൽഷ്യം. അകത്തേക്ക് കാൽഷ്യം വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് ഇൻഫ്ലക്സ് ഓഫ് കാൽഷ്യം. ആൻഡ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണത് പ്രാസിക്വാൻറ്റൽ എന്ന് പറയുന്ന മരുന്നാണ്. പ്രാസിക്വാൻറ്റൽ എന്ന് പറയുന്നത് സ്പാസ്റ്റിക് പാരാലിസിസ് ഉണ്ടാക്കുന്നതാണ്, കാൽഷ്യം അകത്തേക്ക് കയറ്റുന്ന മരുന്നുകളാണ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്ലാസിഡ് പാരാലിസിസ് ഉണ്ടാക്കുന്ന മരുന്ന്, ഫ്ലാസിഡ് പാരാലിസിസ് ഓഫ് ദ വേംസ്. ഇത് ഗ്ലൂട്ടമേറ്റ് ക്ലോറൈഡ് ചാനൽ, ഗ്ലൂട്ടമേറ്റ് ആണ്, ഗാബയാണ് നമ്മൾ സാധാരണ ക്ലോറൈഡ് ചാനൽ പഠിക്കുക. ഈ ഇത്തരം ജീവികളിൽ ഗ്ലൂട്ടമേറ്റും ചിലപ്പോൾ ക്ലോറൈഡ് ചാനൽ തുറക്കുമായിരിക്കും. സോ ഫ്ലാസിഡ് പാരാലിസിസ് ഉണ്ടാക്കുന്ന മരുന്നാണ്. ദെൻ അഡീഷണലി ഗാബ ക്ലോറൈഡ് ചാനൽ വഴിയും പ്രവർത്തിക്കാം മരുന്നുകൾ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൺ ഈസ് പിപ്പരാസിൻ ആണ്, പിപ്പരാസിൻ. ദെൻ അനദർ ഫേമസ് വൺ ഈസ് ഐവർമെക്റ്റിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം അത്ര ഫേമസ് അല്ല, മോക്സിഡക്റ്റിൻ എന്ന് പറയുന്ന മരുന്ന്. സോ അപ്പോൾ പോസിറ്റീവ് ചാർജ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സ്പാസ്റ്റിക് പാരാലിസിസ് ആണ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഫ്ലാസിഡ് പാരാലിസിസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനി മൊത്തത്തിൽ അഞ്ചാമത്തെ വിഭാഗം മരുന്ന് ഒന്ന് DEC ആണ്, ഡൈ ഈതൈൽ കാർബമൈസിൻ സിട്രേറ്റ് എന്നാണ് DEC എന്ന് നമ്മൾ എഴുതുക. ഇവിടെ മെക്കാനിസം നമ്മൾ കരുതുന്നത് മൈക്രോഫൈലേറിയ, ഇത് മൈക്രോഫൈലേറിയയിൽ മാത്രമാണ് ഇതിന്റെ ആക്ഷൻ, ഫൈലേറിയാസിസിലാണ്. അതിന്റെ മെംബ്രെയിൻ ഓൾട്ടർ ചെയ്തിട്ട് ഇൻക്രീസിംഗ് ദർ ഫാഗോസൈറ്റോസിസ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. സോ മെംബ്രെയിനിലാണ് ഇത് ഓൾട്ടർ ദ മെംബ്രെയിൻ. അതാണ് DEC എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ഇനി ആറാമത്തെ ലാസ്റ്റ് ഗ്രൂപ്പ് മരുന്ന് അൺകപ്ലിംഗ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടത്തുന്ന വർക്ക് ചെയ്യുന്ന മരുന്നുകളാണ്. 2 മരുന്നുകളുണ്ട്. ഒന്ന് നിക്ലോസമൈഡ് ഉണ്ട്, അത്ര ഫേമസ് ഒന്നുമല്ല, ബിത്തിയോനോൾ എന്ന് പറയുന്ന ഒരു മരുന്ന്. ദെൻ ഇവയല്ലാതെ നമുക്ക് പിന്നെ 7ാമത്തെ മിസലേനിയസ് ഗ്രൂപ്പ്, എല്ലായിടത്തും മിസലേനിയസ് നമുക്ക് കാണാം. ഒന്ന് മെട്രോനിഡസോൾ ആണ്. മെട്രോനിഡസോൾ ആന്റിബയോട്ടിക് ആണ്, നമുക്കറിയാം. ആന്റി പ്രോട്ടോസോവൽ ആണ്, നമുക്കറിയാം. ദെൻ ഫുമാഗില്ലിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ മെട്രിഫോണേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ ഓക്സാംനിക്വിൻ എന്ന് പറയുന്ന മരുന്ന്. ദെൻ നമ്മുടെ ടെട്രാസൈക്ലിനിലെ ഡോക്സിസൈക്ലിൻ നമ്മൾ ഉപയോഗിക്കാം. ദെൻ നിറ്റാസോക്സാമൈഡ് എന്ന് പറയുന്ന മരുന്ന്. സോ ഇതൊക്കെയാണ് മരുന്നുകൾ നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഈ മരുന്നുകളുടെ ഉപയോഗം പറയണമെങ്കിൽ നമുക്ക് അതിനു മുമ്പ് ഏതെല്ലാം തരം ഹെൽമിൻസ് ഉണ്ട് എന്നൊന്ന് അറിഞ്ഞേ പറ്റും. നമുക്ക് ഈ ഹെൽമിൻസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ അവിടെ വെച്ചിട്ട് തന്നെ അത് നമുക്ക് ഏത് മരുന്നുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നും പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഹെൽമിൻസിനെ നമുക്ക് ആദ്യം 2 ഗ്രൂപ്പ് ആക്കാം. ഒന്ന് പ്ലാറ്റി ഹെൽമിൻസ് എന്നിട്ടാക്കാം. ദെൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫ്ലാറ്റ് വേംസ് എന്നായിരിക്കും നമ്മൾ അതിനെ വിളിക്കുക, ഫ്ലാറ്റ് വേം. പിന്നെ ഉള്ളത് റൗണ്ട് വേംസ് ആണ്. റൗണ്ട് വേം
വേംസ് അല്ലെങ്കിൽ നമ്മളവയെ നിമറ്റോഡ്സ് എന്നാണ് വിളിക്കുന്നത്. നിമറ്റോഡ്സ്. ഈ പ്ലാറ്റിയെ നമുക്ക് വീണ്ടും രണ്ടാക്കാം. നമുക്ക് ഇങ്ങനെ ഒന്ന് രണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തേത് നമുക്ക് ട്രമറ്റോഡ്സ് ആണ്. ട്രമറ്റോഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവയെ നമ്മൾ ഫ്ലൂക്സ് എന്നാണ് വിളിക്കുന്നത്. ഫ്ലൂക്സ്. രണ്ടാമത്തേത് നമ്മൾ സിസ്റ്റോഡ്സ് ആണ്. സിസ്റ്റോഡ്സ് അല്ലെങ്കിൽ നമുക്ക് അവയെ ഫേമസ് ദേ ആർ ടേപ്പ് വേംസ് ആണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മൂന്നാക്കി. ട്രമറ്റോഡ് ഉണ്ട്, സിസ്റ്റോഡ് ഉണ്ട്, ആൻഡ് ഓൾസോ റൗണ്ട് അല്ലെങ്കിൽ നിമറ്റോഡ്സ് ഉണ്ട്. നമുക്ക് ആദ്യം ട്രമറ്റോഡ്സിനെ പറ്റി പറഞ്ഞാൽ ട്രമറ്റോഡ്സിന്റെ എല്ലാത്തിന്റെയും ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് ഓർത്ത് വെക്കുക. അത് പ്രാസിക്വാന്റൽ ആണ് എന്ന് നമുക്ക് അങ്ങോട്ട് ഓർത്ത് വെച്ചേക്കാം. സോ ട്രമറ്റോഡ്സ് കേട്ടാൽ പ്രാസിക്വാന്റൽ, വേറെ ഒന്നും ആലോചിക്കണ്ട. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. നമുക്കപ്പോൾ എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മാത്രം മതി. ദെൻ ഫ്ലൂക്സ് താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് നമുക്ക് 3 സ്ഥലമാക്കാം. ഒന്ന് അവ ഇൻറ്റസ്റ്റൈനിലുണ്ട്. ഇൻറ്റസ്റ്റൈനൽ ഫ്ലൂക്ക്. അതിന്റെ ഏറ്റവും ഫേമസ് പേര് ഫാസിയോള. ഫാസിയോലോപ്സിസ് ഹസ്കി എന്ന് പറയുന്ന അതിനെ ഇൻറ്റസ്റ്റൈനിലുള്ളതുകൊണ്ട് ഇൻറ്റസ്റ്റൈനൽ ഫ്ലൂക്ക് എന്ന് വിളിക്കും. അതിനെ നമുക്ക് പ്രാസിക്വാന്റൽ തന്നെയാണ് മരുന്ന്. രണ്ടാമത്തത് ഇത് ഉള്ളത് ബ്ലഡിലാണ്. ബ്ലഡ് ഫ്ലൂക്സിനെ നമ്മൾ വിളിക്കുക ഷിസ്റ്റോസോമിയ സ്പീഷീസ് ആണ്. അതിൽ 3 തരമുണ്ട്. ഒന്ന് ഹെമറ്റോബിയം ഉണ്ട്. ദെൻ മാൻസോണി ഉണ്ട്, ജാപ്പാനീസ്. സോ ഹെമറ്റോബിയം ആണെങ്കിൽ നമ്മൾ പ്രാസിക്വാന്റൽ തന്നെ കൊടുക്കും. അതിനൊപ്പം നമ്മൾ കൊടുക്കുക മെട്രിഫോണേറ്റ് എന്ന് പറയുന്ന മരുന്ന് കൂടി ആഡ് ചെയ്യും. ദെൻ മാൻസോണി ആണെങ്കിൽ ഷിസ്റ്റോസോമിയ മാൻസോണി ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ പ്രാസിക്വാന്റൽ തന്നെയാണ്, പ്ലസ് അതിന്റെ കൂടെ ഓക്സാമിനിക്വിൻ കൂടി ആഡ് ചെയ്തേക്കാം. ദെൻ ജപ്പാനിക്കോ ആണെങ്കിൽ നമുക്ക് അതൊന്നും ആഡ് ചെയ്യേണ്ട, പ്രാസിക്വാന്റൽ തന്നെ കൊടുത്താൽ മതി. ഇനി ടിഷ്യൂ ഫ്ലൂക്സ് ഉണ്ട്. മൂന്നാമത്തത് ടിഷ്യൂവിലുള്ള ഫ്ലൂക്ക് ആണ്. ടിഷ്യൂ ഫ്ലൂക്ക് ലങ്സിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ലങ്സിലുള്ളത് പറയാം. ലങ്സിലുള്ളത് അതിന്റെ പേര് പാരാഗോണിമസ് വെസ്റ്റർമിനി എന്നാണ്. അമ്മിണിയല്ല, വെസ്റ്റർമിനി. ഇതാണ് ലങ്ങിലുള്ള ഫ്ലൂക്ക്, ലങ് ഫ്ലൂക്ക്. ഇവിടെയും നമുക്ക് ഒന്നും നോക്കണ്ട, പ്രാസിക്വാന്റൽ. ഇനി ലാസ്റ്റ് ഫ്ലൂക്ക് ഉള്ളത് ലിവറിലുള്ള ഫ്ലൂക്ക് ആണ്. ലിവർ ഫ്ലൂക്ക് അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ഫാസിയോല ഹെപ്പാരിക്ക ആണ്. ഇവിടെ പക്ഷെ പ്രാസിക്വാന്റൽ അല്ല. ഇവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ട്രൈക്ലാബെൻഡസോൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ബിഥിയോനാൽ എന്ന് പറയുന്ന മരുന്നും നമുക്ക് കൊടുക്കും. സോ ഇൻ ട്രമറ്റോഡ്സ് ഓർ ഫ്ലൂക്സ് എല്ലായിടത്തും പ്രാസിക്വാന്റൽ തന്നെ നമുക്ക് കൊടുക്കാം. ചില സ്ഥലത്ത് നമുക്ക് മെട്രിഫോണൈറ്റോ ഓക്സാമിനിക്കോൻ പോലെയുള്ളവ ആഡ് ചെയ്യാം. എസ്പെഷ്യലി ഇൻ ബ്ലഡ് ഫ്ലൂക്സ് ആണെങ്കിൽ, ഷിസ്റ്റോസോമിയാസിസ് ആണെങ്കിൽ. ലങ് ഫ്ലൂക്ക് ആണെങ്കിലും വീണ്ടും പ്രാസിക്വാന്റൽ തന്നെയാണ്. പക്ഷെ ലിവർ ഫ്ലൂക്ക് ആണെങ്കിൽ നമ്മൾ കൊടുക്കുക ട്രൈക്ലാബെൻഡസോൾ ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് പ്ലാറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത് സിസ്റ്റോഡ്സ് ആണ് അല്ലെങ്കിൽ ടേപ്പ് വേംസ് ആണ്. ടേപ്പ് വേംസിൽ നമുക്ക് ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് നത്തിങ് ബട്ട് പ്രാസിക്വാന്റൽ തന്നെയാണ്. പ്രാസിക്വാന്റൽ. പിന്നെ ഇവിടെ എല്ലായിടത്തും ഫലപ്രദമായിട്ടുള്ള സെക്കൻഡ് ലൈൻ ഡ്രഗ് ഏതാണെന്ന് വെച്ചാൽ അത് നിക്ലോസമൈഡ്. ഇനി എക്സെപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. സോ പ്രാസിക്വാന്റലാണ് എല്ലായിടത്തും ഫലിക്കുന്ന മരുന്ന്. ആൻഡ് ഇതിനെ നമുക്ക് വീണ്ടും 2 സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാക്കാം. ഒന്ന് ഇൻറ്റസ്റ്റൈനിൽ ഉള്ള ആൾക്കാർ, രണ്ടാമത്തെ ആൾക്കാർ ടിഷ്യൂവിലുള്ള ആൾക്കാർ. ഇൻറ്റസ്റ്റൈനിലുള്ളത് ആൾക്കാരുടെ പേരുകൾ ഞാൻ പറയാം. ഒന്ന് ടീനിയാണ്, ടീനിയ സാജിനേറ്റയുടെ പേര് ബീഫ് ടേപ്പ് വേമാണ്. എല്ലാം ടേപ്പ് വേമാണ്. അതിന് പ്രാസിക്വാന്റൽ തന്നെയാണ്. ദെൻ രണ്ടാമത്തെ ടീനിയ സോളിയത്തിൽ എഗെയിൻ പ്രാസിക്വാന്റൽ തന്നെയാണ് ഡ്രഗ് ഓഫ് ചോയ്സ്. പക്ഷേ ഇത് മൂലം ഉണ്ടാകുന്ന സിസ്റ്റിസർക്കോസിസ്, പ്രത്യേകിച്ച് ന്യൂറോസിസ്റ്റിസർക്കോസിസ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ബ്രെയിനിൽ കിടക്കുന്നതാണ് ന്യൂറോസിസ്റ്റിസർക്കോസിസ്. അപ്പോൾ നമ്മൾ മരുന്ന് മാറ്റും. അവിടെ നമ്മൾ ആൽബെൻഡസോൾ ആകും. ആൽബെൻഡസോളിനൊപ്പം ഇതും കൊടുക്കാം, പ്രാസിക്വാന്റലും കൊടുക്കും. ഓക്കെ, ആൽബെൻഡസോൾ മാത്രം കൊടുത്താൽ പോരാ, അതിന് മുൻപും ആൻഡ് പോസ്റ്റ് ശേഷവും നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൂടി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഈ സാധനം ഇതിനെ കൊന്നു കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ സിവിയർ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ വരും, കില്ലിംഗ് മൂലം. സോ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. സോ ഇമ്മ്യൂണോ പ്രശ്നങ്ങളൊക്കെ വരും, ഇൻഫ്ലമേറ്ററി പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ടാണ് നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അതിൻ്റെ ഒപ്പം കൊടുക്കുക. ആൽബെൻഡസോളിന്റെ കൂടെ പ്രാസിക്വാന്റലും കൊടുക്കുക. ഇനി ഇൻറ്റസ്റ്റൈനിൽ ഉള്ളത് അതിനെ നമ്മൾ ഹിംനോലെപ്സിസ് നാന എന്ന് പറയുന്ന സംഭവമാണ്. അതിനെ നമുക്ക് ഡ്വാർഫ് ടേപ്പ് വേം എന്നാണ് അതിനെ വിളിക്കുക. അവിടെയും നമുക്ക് ചോയ്സിസ് പ്രാസിക്വാന്റൽ തന്നെയാണ്, ഫോളോഡ് ബൈ നിക്ലോസമൈഡും കൂടി കൊടുക്കണം. ഇനി ലാസ്റ്റ് ടേപ്പ് വേം നമ്മുടെ കയ്യിലുള്ളത്, ലാസ്റ്റ് ടേപ്പ് വേം ഈസ് ഡൈഫില്ലോബോത്രിയം ലാക്ടം എന്ന് പറയുന്നതാണ്. ഇതിനെ വേറൊരു പേര് ഫിഷ് ടേപ്പ് വേം എന്നാണ്. ഫിഷ് ടേപ്പ് വേം ഇതാണ് ലാർജസ്റ്റ് ടേപ്പ് വേം. GAT ജിഐറ്റിയിലുള്ള ഏറ്റവും വലിയ ടേപ്പ് വേം ഇതാണ്. ഹ്യൂമൻ ബ്രോഡ് ടേപ്പ്
ടേപ്പ് വേം എന്നും നമ്മൾ ഇതിന് വിളിക്കും. ഇതിനും നമ്മൾ പ്രാസിക്വാൻറ്റൽ തന്നെയാണ് കൊടുക്കുക. സോ ഇവിടെ എല്ലായിടത്തും പ്രാസിക്വാൻറ്റലാണ്. ന്യൂറോസിസ്റ്റിക് സർക്കോസിസ് ആണെങ്കിൽ ആണ് നമ്മൾ ആൽബൻഡസോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നമ്പർ 1 ചോയ്സ് ഇസ് ആൽബൻഡസോൾ വിത്ത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഇനി ടിഷ്യൂലുള്ളതാണെങ്കിലോ, ടിഷ്യൂലുള്ളതാണെങ്കിൽ ആകെ ഒരെണ്ണം നമുക്ക് പഠിച്ചാൽ മതി. അതാണ് ഡോഗ് ടേപ്പ് വേം അല്ലെങ്കിൽ എക്കിനോകോക്കസ്, COCCUS, ഗ്രാനുലോസസ് എന്ന് പറയുന്ന സംഭവമാണ്. ആൻഡ് ഇത് മൂലം ഒരു അസുഖം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഹൈഡാറ്റിഡ് ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഹൈഡാറ്റിഡ് ഡിസീസ് എന്ന് നമ്മൾ വിളിക്കും. ഇവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് മെബൻഡസോൾ ഓർ ആൽബൻഡസോൾ ആണ് ഇവിടെ ഡ്രഗ് ഓഫ് ചോയ്സ്. ഇവിടെ പ്രാസിക്വാൻറ്റൽ അല്ല, ദീർഘനാൾ കൊടുക്കേണ്ടി വരും. സാധാരണ സർജറിയാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ മെബൻഡസോളോ ആൽബൻഡസോളോ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് നെമറ്റോഡ്സ് ഓർ റൗണ്ട് വേംസിലേക്ക് വന്നാൽ ഇവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? അത് ആൽബൻഡസോൾ ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ആൽബൻഡസോൾ ആണ്. എക്സെപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെയും നമുക്ക് ഇൻറ്റസ്റ്റൈനിൽ ഉള്ളത് എന്ന് തിരിക്കാം. ടിഷ്യൂൽ ഉള്ളതുണ്ട്, ബ്ലഡ് ഉള്ളതുണ്ട്. സോ നമുക്ക് ഇൻറ്റസ്റ്റൈനിൽ ഉള്ളത് നോക്കിയാൽ, ഇൻറ്റസ്റ്റൈനിലുള്ളത് ഏറ്റവും ഫേമസ് ഈസ് എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ്. എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിന്റെ വേറെ പേര് കോമൺ റൗണ്ട് വേം എന്ന് പറയുന്നത് ഇതാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഈ സംഭവം ഉള്ളത്. ദെൻ പിന്നെ ഉള്ളത് ആങ്കൈലോസ്റ്റോമ ഡിയോഡിനെയിൽ അല്ലെ. ഡിയോഡിനെയിൽ എന്ന് പറയുമ്പോഴും സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. കുട്ടേനിയസ് ലാർവ മൈഗ്രൻസ് എന്ന് പേരുണ്ട്. ഹുക്ക് വേം ആണ്. ഓൾഡ് വേൾഡ് ഹുക്ക് വേം എന്ന് പറയുന്ന സംഭവം ഇതാണ്. ദെൻ പിന്നെ ഉള്ളത് നെക്ടാർ ആറാണ്. അമേരിക്കാനസ് എന്ന് പറയുന്നത് ന്യൂ വേൾഡ് ഹുക്ക് വേം ആണ്. ഇതും ഹുക്ക് വേം ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെയാണുള്ളത്. പിന്നെ ഉള്ളത് ട്രിച്ചുറീസ് അല്ലെ. അത് ലാർജ് ഇൻറ്റസ്റ്റൈനിലുള്ളതാണ്. വിപ്പ് വേം എന്നാണ് ഇതിന് പറയാ. സോ ഇതിനെല്ലാം നമുക്ക് കൊടുക്കാവുന്നത് ആൽബൻഡസോൾ ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ആൽബൻഡസോൾ. വേണമെങ്കിൽ അതിൽ മെബൻഡസോൾ ആക്കാം, അല്ലെങ്കിൽ പൈറന്റൽ പാമോവേറ്റ്, മിക്സഡ് ഒക്കെ വരാം. അപ്പൊ ഇതിലേതെങ്കിലൊക്കെ കൊടുക്കാം. ഈ വേംസ് കുടലിലുണ്ടെങ്കിൽ എന്ത് പറ്റും? കുടലിൽ നമുക്ക് ഉണ്ടെങ്കിൽ അനീമിയ, മാൽന്യൂട്രീഷൻ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ആൽബൻഡസോൾ കൊടുക്കുക. ഇനി ലാർജ് ഇൻറ്റസ്റ്റൈനിലുള്ളത്, സോ ലാർജ് ഇൻറ്റസ്റ്റൈനിലുള്ള വേറൊരെണ്ണം പറയാം. അതിന്റെ പേര് എൻറ്ററോബിയസ് വെർമിക്കുലാരിസ് എന്നാണ്. വെർമിക്കുലാരിസ് അല്ലെങ്കിൽ അതിനെ ത്രെഡ് വേംന്നോ പിൻ വേംന്നോ വിളിക്കാറുണ്ട്. ഇതിന് ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് മെബൻഡസോൾ ആണ്. ആൽബൻഡസോൾ അല്ല, മെബൻഡസോൾ ആണ് എന്ന് ഒന്ന് ഓർത്തിരിക്കുക. സോ എൻറ്ററോബിയസ് ആണെങ്കിൽ മെബൻഡസോൾ ആണ്. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഉള്ള വേറൊരെണ്ണമാണ് സ്ട്രോങ്കൈലോയിഡ്സ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് നോക്കണ്ട. സ്ട്രോങ്കൈലോയിഡ്സ് സ്റ്റെർക്കോറാലിസ് എന്നാണ് എന്റെ ഫുൾ പേര്. അത് ത്രെഡ് വേം ആണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുക ഐവർമെക്റ്റിൻ. സോ ഇത് രണ്ടുമാണ് ആൽബൻഡസോൾ അല്ലാത്ത. സോ എൻട്രോബിയസ് ആണെങ്കിൽ മെബൻഡസോൾ, സ്ട്രോങ്കൈലോയിഡ്സ് ആണെങ്കിൽ ഐവർമെൻ. ബാക്കി എല്ലായിടത്തും നമുക്ക് ആൽബൻഡസോൾ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. സോ ഇൻറ്റസ്റ്റൈനിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത നെമറ്റോഡ് ഇൻറ്റസ്റ്റൈനിൽ ഉള്ളതല്ല, ടിഷ്യൂവിൽ ഉള്ള നെമറ്റോഡ് ആണ്. അതിന്റെ പേര് ഡ്രാക്കൻകുലസ് മെഡിനെൻസിസ് എന്നാണ് അതിനെ വിളിക്കുക. മെഡിനെൻസിസ് അതിന്റെ വേറെ പേര് ഗ്വിനിയ വേം എന്നാണ്. ഇതൊരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ്. സോ ഇതാണെങ്കിൽ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ആൽബൻഡസോൾ അല്ല. ഇവിടെ നമ്മൾ കൊടുക്കുക വേറൊരു മരുന്നാണ്, മെട്രോനിഡസോൾ ആണ്. മെട്രോനിഡസോൾ ആന്റിബയോട്ടിക് ആണ് നമുക്കറിയാം. ആൻഡ് അല്ലെങ്കിൽ അതിനൊപ്പം നമുക്ക് സാധാരണ കൊടുക്കുക നിറിഡസോൾ കൂടി നമുക്ക് കൊടുക്കാം. മെട്രോനിഡസോൾ ആൻഡ് നിറിഡസോൾ ആണ് നമ്മൾ ഉപയോഗിക്കുക. അവിടെ നമുക്ക് ആൽബൻഡസോൾ അല്ല. വേറൊന്നും കൂടി ഉണ്ട്, റൗണ്ട് വേം. അത് ട്രിജിനെല്ല പാരാലിസ് ആണ്. അതിന്റെ പേര് പോർക്ക് വേം എന്നാണ്. ഇനി നമുക്ക് പറയാനുള്ള നെമറ്റോഡ് അത് ബ്ലഡിലുള്ളതാണ്. ബ്ലഡിലുള്ളത് ഒന്ന് ഏറ്റവും ഫേമസ് എലിഫന്റിയാസിസ് ഉണ്ടാക്കുന്ന, മന്ദരോഗം ഉണ്ടാക്കുന്ന, അതിന്റെ പേര് നമുക്കെല്ലാം അറിയാം, വുചെറേറിയ ആണ്. ബാൻക്രോഫ്റ്റി എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ ഒരെണ്ണം ഉണ്ടാക്കുന്നത് ബ്രുൾജിയ മലായി എന്ന് പറയുന്നതാണ്. പിന്നെ ഒരെണ്ണമുള്ളത് ലോവ. അത് ആഫ്രിക്കൻ ഐവേം ആണ്. ആഫ്രിക്കൻ ഐവേം ആണ്. ആൻഡ് ഇതിൽ മൂന്നിലും നമ്മുടെ ഡ്രഗ് ആൽബൻഡസോൾ അല്ല, അത് ഈഥൈൽ കാർബമിസിൻ ആണ്. DEC ആണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്. പ്ലസ് ആൽബൻഡസോൾ നമുക്ക് ഒറ്റ ഡോസ് ഒക്കെ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഐവർമെക്റ്റിൻ പ്ലസ് ആൽബൻഡസോൾ ഒക്കെ. ഇതാണ് ബ്ലഡിലുള്ള ഒരെണ്ണം. ബ്ലഡിലുള്ള വേറൊരു നെമറ്റോഡ് കൂടിയുണ്ട്, അതിന്റെ പേര് കൂടി പഠിച്ചു വെക്കുക, ഓൺകോസെർക്ക വോൾവുലസ് എന്നാണ് അതിന്റെ പേര്. ഓൺകോസെർക്ക വോൾവുലസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പേര് റിവർ ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുന്ന സംഭവമാണ്. അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ഐവർമെക്റ്റിൻ ആണ്.
ഐവർമെക്റ്റിൻ. സോ ഐവർമെക്റ്റിൻ 2 തരം നിമറ്റോഡിൽ ഉപയോഗിക്കുന്നു. ഒന്ന് ഓൺകോസർക്കയിലാണ്, 2 സ്ട്രോങ് ഗൈലോയിഡ്സിലാണ്. ഓക്കെ, സാധാരണ രീതിയിൽ എല്ലാത്തിലും ആൽബെൻഡസോൾ ആണെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇവിടെ DEC ആണ്, ചില സ്ഥലങ്ങളിൽ മെബെൻഡസോൾ നമ്മൾ പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ മെട്രോണിഡസോളും നമ്മൾ പറഞ്ഞു. സോ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ട്രെമറ്റോഡ്സ് ആണെങ്കിൽ എല്ലാത്തിലും പ്രാസിക്വാന്റലാണ്. ദെൻ നമ്മൾ ഓർക്കുക അതിന്റെ എക്സെപ്ഷൻസ് ഓർക്കുക. ഇതാണെങ്കിലും എല്ലാത്തിലും പ്രാസിക്വാന്റലാണ്, ഇതാണെങ്കിൽ എല്ലാത്തിലും ആൽബെൻഡസോൾ ആണ്, എക്സെപ്ഷൻസ് ഓർക്കുക. ഇത് വർക്ക് ചെയ്യായിരിക്കും. അപ്പോൾ നമ്മൾ മെക്കാനിസം പഠിച്ചു, എവിടെയാണ് നമ്പർ 1 എന്നുള്ളതും പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് മരുന്നിലേക്ക് തിരിച്ചു വന്നാൽ ആദ്യം നമുക്ക് ബെൻസ് ഇമിഡസോൾ ഗ്രൂപ്പിലേക്ക് വരാം. ആൽബെൻഡസോൾ ഉണ്ട്, മെബെൻഡസോൾ ഉണ്ട്, ട്രൈക്ലോബെൻഡസോൾ, ഇതാണ് ഫേമസ് 3 എണ്ണം. താബെൻഡസോളും ഉണ്ട്. ഇതെല്ലാം തന്നെ ബ്രോഡ് സ്പെക്ട്രം ആണ്, ബ്രോഡ് സ്പെക്ട്രം ആൻഡ് എൽമെന്തിക് ആണ്. ചിലപ്പോൾ ചില പ്രോട്ടോസോവ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കും. അത് ഏതിനാണെന്ന് വെച്ചാൽ മൈക്രോസ്പോറീഡിയത്തിലാണ്. മൈക്രോസ്പോറ മൂലമുള്ള HIV ഒക്കെ ഉള്ള ആൾക്കാരിൽ വരുന്ന ഇതാണ്. അവിടെയാണെങ്കിൽ നമ്മൾ ആൽബെൻഡസോൾ ആയിരിക്കും നമ്മുടെ ഡ്രഗ്. ദെൻ ന്യൂറോസിസ്റ്റിക് സർക്കോസിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അവിടെ 1 month to 3 month വരെയൊക്കെ വേണ്ടി വരും. സാധാരണ രീതിയിൽ ആൽബെൻഡസോൾ 1 month ഒക്കെ ആയിരിക്കും കൊടുക്കുക. ദെൻ പ്രാസിക്വാന്റിനൊപ്പം നമ്മൾ കൊടുത്തേക്കാം. ദെൻ ട്രൈക്ലോബെൻഡസോൾ, ട്രൈക്ലാബെൻഡസോൾ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ പറഞ്ഞു ഫാസിയോളയിലാണ്. ഫാസിയോള ഹെപ്പാറ്റിക്കൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. ഇതെല്ലാം തന്നെ ലാർവൽ ഫോമിനെയും കൊല്ലും, അഡൽട്ട് ഫോമിനെയും, രണ്ടിനെയും കൊല്ലാൻ പറ്റും. എല്ലാം തന്നെ ഓറലായിട്ട് ഗുളിക ആയിട്ടാണ് കൊടുക്കുക, അല്ലെങ്കിൽ സസ്പെൻഷൻ ആയിട്ടായിരിക്കും കൊടുക്കുക. ആൻഡ് ഒട്ടും തന്നെ സാധാരണ രീതിയിൽ അബ്സോർബ് ചെയ്യാറില്ല. സോ വയറ്റിനകത്ത് തന്നെ ആയിരിക്കും സാധാരണ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുക. അവിടെയാണല്ലോ വിരകളൊക്കെ ഉള്ളത്. പക്ഷെ മരുന്ന് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസിയിൽ നമുക്കിത് കൊടുക്കാൻ പാടില്ല. എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒട്ടും തന്നെ കൊടുക്കാൻ പാടില്ല. ബാക്കിയുള്ളിടത്തും കഴിയുന്നതും ഒഴിവാക്കുക. ദെൻ മെബെൻഡസോൾ ആണെങ്കിൽ സാധാരണ 2 വയസ്സിൽ താഴെയുള്ളവരിൽ കൊടുക്കാൻ പാടില്ല. ആൽബെൻഡസോൾ ആണെങ്കിൽ 1 വയസ്സിൽ താഴെയുള്ളവരിലും കൊടുക്കാൻ പാടില്ല. ഇൻറ്റെസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. മെബെൻഡസോൾ അതിന്റെ ക്ലാസിക് ഡോസ് എന്ന് വെച്ചാൽ 100 mg BD 3 ദിവസം, അല്ലെ 3 days, 6 ഡോസ്. ആൽബെൻഡസോളിന്റെ സാധാരണ രീതിയിൽ കൊച്ചുകുട്ടികളിലാണെങ്കിൽ 2 വയസ്സ് വരെ, 1 to 2 വയസ്സ് വരെ ആണെങ്കിൽ 200 mg ആണ്, അല്ലെങ്കിൽ 400 mg 3 ആഴ്ചയിൽ ഒരിക്കലാണ്. പിന്നീട് നമ്മൾ 3 ആഴ്ചയ്ക്ക് ശേഷമോ 4 ആഴ്ച ശേഷം ആയിരിക്കും കഴിക്കുക. ദെൻ ഹെഡാറ്റിക് ഡിസീസിലാണെങ്കിൽ ഇത് ദീർഘനാൾ തുടർച്ചയായിട്ട് കൊടുക്കേണ്ടി വരും. ദെൻ ന്യൂറോസിസ്റ്റിക് സർക്കോസിലാണെങ്കിലും ഞാൻ പറഞ്ഞു ദീർഘമായിട്ട് കൊടുക്കേണ്ടി വരും. ആൻഡ് ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാക്കുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ചിലപ്പോൾ ഉണ്ടാക്കാം, അലർജിക് റിയാക്ഷൻ ചിലപ്പോൾ ഉണ്ടാകും. ദീർഘനാൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ആൾക്കാരിൽ ഹെപ്പാറ്റോടോക്സിസിറ്റി ആണ് ഇതിന്റെ ഒരു പ്രശ്നം. ദെൻ ഓൾസോ ഇറ്റ് ക്യാൻ കോസ് ബോൺ മാരോ ഡിപ്രഷൻ. ഇതൊക്കെ ദീർഘനാൾ കൊടുക്കുന്നതാണ്. നമ്മൾ ഒരു ഡോസ് ഒരു വരയ്ക്ക് വേണ്ടി കഴിക്കുന്നതിന് പ്രശ്നമില്ല. സോ ബോൺ മാരോ ഡിപ്രഷൻ വന്നാൽ പ്ലാസ്റ്റിക് അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി പ്രാസിക്വാന്റലിനെ പറ്റി നമ്മൾ ഓൾറെഡി എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. സ്പാസ്റ്റിക് പാരാലിസിസ് ഉണ്ടാക്കുന്ന മരുന്നാണ്. കാൽഷ്യം ചാനലാണ് തുറക്കുന്നത്. കൊടുക്കാൻ പാടില്ലാത്തത് ഒരു കേസുള്ളൂ, ഓക്കുലാർ സിസ്റ്റിക് സർക്കോസിസിൽ നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. കണ്ണിൽ വിരയെത്തി കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ അടുത്ത മരുന്ന് ഐവർമെക്റ്റിൻ ആണ്. ഐവർമെക്റ്റിൻ എന്ന് പറയുന്ന മരുന്ന് ഫ്ലാസിഡ് പാരാലിസിസ് ഉണ്ടാക്കുന്നതാണ്. ക്ലോറൈഡ് ചാനൽ തുറക്കുന്ന മരുന്നാണ് നമ്മൾ പറഞ്ഞു. ഉപയോഗിക്കുന്നത് ഓൺകോസർക്കയിലാണ്. ഓൺകോസർക്കയിൽ നമ്മൾ കൊടുക്കും, പക്ഷെ അതിന്റെ അഡൽട്ട് ഫോമിൽ, വിരയുടെ അഡൽട്ട് ഫോമിൽ ഇതിന് ഫലം ഇല്ല. ദെൻ ഫൈലേറിയാസിസിൽ കൊടുക്കുന്നു പറഞ്ഞു. DECക്ക് ഒപ്പമായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആൽബെൻഡസോളിനൊപ്പം നമുക്ക് കൊടുക്കാം. DECക്ക് ഒപ്പം ഒരു ഡോസൊക്കെ മതിയായിരിക്കും. ദെൻ ഇതിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആൽബെൻഡസോൾ കൊടുക്കുമ്പോഴായാലും ഒരു റിയാക്ഷൻ ഉണ്ടാകും. DEC പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഇതിൽ നമുക്ക് പറയാനുള്ളത് മാസോട്ടി റിയാക്ഷൻ എന്നാണ്. മാസോട്ടി റിയാക്ഷൻ അത് ഈ ഓർഗാനിസത്തിനെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ്സോ ആന്റിഹിസ്റ്റമിനോ ഒക്കെ കൊടുക്കേണ്ടി വരും. ദെൻ ഐവർമെക്റ്റിന്റെ വേറെ ചില ഉപയോഗങ്ങൾ എന്ന് വെച്ചാൽ സ്കാബീസിൽ ഉപയോഗമുണ്ട്. ഹെഡ്ലൈസ്, പെയിനിൽ നമുക്ക് ഹെഡ്ലൈസ്, അതിനകത്ത് നമുക്ക് ടോപ്പിക്കലായിട്ട് പുരട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഗർഭിണികളിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ പാടില്ല. കുട്ടികളിൽ തന്നെ 5 വയസ്സിൽ താഴെ നമുക്ക് കൊടുക്കാൻ പാടില്ല. ഓർ 15 കിലോഗ്രാം, 15 കിലോഗ്രാമിൽ താഴെയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പാടില്ല. അടുത്ത മരുന്ന് DEC ആണ്. ഡൈ ഈതൈൽ കാർബമൈസിൻ സിട്രേറ്റ് എന്ന് പറയുന്ന മരുന്നാണ്. ഇതൊരു പാരാസിൻ പോലെയുള്ള ഒരു മരുന്നാണ്. ഫൈലേറിയാസിസിലും ലോവ അങ്ങനെയൊക്കെ ഉള്ളതിലാണ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അഡൽട്ട് ഫോമിനെയും കൊല്ലും, ലാർവൽ ഫോമിനെയും കൊല്ലും. എസ്പെഷ്യലി മൈക്രോഫൈലേറിയയിൽ ഭയങ്കരമായിട്ട് ഗുണമുള്ള മരുന്ന്. സോ മൈക്രോഫൈലേറിയൊക്കെ ഉടൻ കൊല്ലുന്നതുകൊണ്ട് റാപ്പിഡ് കില്ലിംഗ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞു. മാസോട്ടി റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് പാരസൈറ്റ് ഇൻഡ്യൂസ്ഡ് റിയാക്ഷൻസ് ഉണ്ടാകാം. സോ അപ്പോൾ നമ്മൾക്ക് ആന്റി ഹിസ്റ്റമിൻസോ അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റെറോയിഡോ പോലെയുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കേണ്ടി വരും. ദെൻ ഡോസ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, 6 mg/kg/day ആണ് ഡോസ്. അത് നമ്മൾ ദിവസം 3 തവണയാക്കി ഡിവൈഡ് ചെയ്തിട്ട് 12 ദിവസമാണ് സാധാരണ ഇത് കൊടുക്കുക. ഇസിനോഫീലിയ അതിനും ചിലപ്പോൾ ഇത് ഉപയോഗിക്കും. സോ DEC ഒറ്റയ്ക്കായിരിക്കില്ല, പലപ്പോഴും ആൽബെൻഡസോളിന്റെ ഒറ്റ ഒരു ഡോസ് കൂടി ചില
ചിലപ്പോൾ കൊടുക്കുക. പ്രഗ്നൻസിയിൽ ഇറ്റ് ഈസ് സേഫ് ആണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മരുന്നുകളെല്ലാം ഒന്ന് പറയാം. മറ്റുള്ളവ നമ്മൾക്ക് ആദ്യം പറയേണ്ടത് നിക്ലോസമൈഡ് എന്ന് പറയുന്ന മരുന്നാണ്. ഇറ്റ്സ് എ ബ്രോഡ് സ്പെക്ട്രമാണ്. എല്ലാ സിസ്റ്റോട്സിലും ഫലമുള്ള മരുന്നാണ്. ആന്റി പ്രോട്ടോസോവൽ ഡ്രഗ് കൂടിയാണ്. പ്രോട്ടോസോവയ്ക്കെതിരെ കൂടി ഫലമുള്ള മരുന്ന്. പിന്നെ ഉള്ളത് പൈറാൻറ്റൽ ആണ്. പൈറാൻറ്റൽ പാമോവേറ്റ് ആയിട്ടാണ് അതിൻ്റെ ഉപയോഗം. ആൻഡ് സ്പാസ്റ്റിക് പാരാലിസിസ് ഉണ്ടാക്കുന്ന മരുന്നാണ് നമ്മൾ പറഞ്ഞു. ഗർഭിണികളിൽ നമുക്കിത് കൊടുക്കാം. സോ ആൽബൻഡസോൾ ഒക്കെ ഗർഭിണിയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ഇത് കൊടുക്കാം. സെക്കൻഡ് ലൈൻ ടു ആൽബൻഡസോൾ ആണ്. ആൻഡ് വില കുറവാണ്. 11 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ് ഇതിന്റെ ഡോസ് എന്ന് പറയും. പിന്നെ ഒരു മരുന്ന് പിപ്പരാസിൻ എന്ന് പറയുന്ന മരുന്നാണ്. ഇത് പ്രഗ്നൻസിയിൽ സേഫ് ആണെന്നുള്ളതാണ്. റൗണ്ട് ആൻഡ് പിൻവേമിലൊക്കെ കൊടുക്കുന്നതാണ്. സോ നെമറ്റോഡ്സിലാണ് നമ്മൾ കൊടുക്കുക. ഫ്ലാസിഡ് പാരാലിസിസ് ഉണ്ടാക്കുന്നതാണ്. കൊടുക്കാൻ പാടില്ലാത്തത് എപ്പിലെപ്സി ഉണ്ടെങ്കിൽ പിപ്പരാസിൻ പോലെയുള്ള മരുന്നുകൾ ഒഴിവാക്കുക. പിന്നെ ഒരു മരുന്ന് ലെവാമിസോൾ ആണ്. ഇത് ഉപയോഗത്തിൽ ഇല്ല എങ്കിലും അതൊരു ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ടി സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ്. സ്റ്റിമുലേറ്റ് ടി സെൽ. അപ്പോൾ ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ്. ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു മരുന്നാണ്. ആന്റി ക്യാൻസർ മരുന്നായിട്ട് കൂടി നമ്മളിത് പണ്ടൊക്കെ പഠിക്കുമായിരുന്നു. പിന്നെ ഉള്ളത് മെട്രിഫോണേറ്റ് എന്ന് പറയുന്ന മരുന്ന് ഞാൻ പറഞ്ഞു. അത് പ്രാസിക്വാന്റലിനൊപ്പം നമ്മൾ ഷിസ്റ്റോസോമിയ ഹെമറ്റോബിയത്തിൽ കൊടുക്കുന്നതാണ്. പിന്നെ ഓക്സാമിനിക്വിൻ എന്ന് പറയുന്ന മരുന്ന്. ഈ മരുന്ന് ഷിസ്റ്റോസോമ തന്നെ മാൻസോണിയിൽ നമ്മൾ ആഡ് ഓൺ ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്. സോ ഇത്രയാണ് നമുക്ക് ആൻഹെൽമിന്തിക് മരുന്നുകളെ കുറിച്ച് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.